ബിഗ് ബോസ് സീസൺ 7 ഒരു അടിപൊളി എപ്പിസോഡാണെന്ന് ഇപ്പോൾ കഴിഞ്ഞത്. അവിടെ പോയി കളിക്കുന്ന മത്സരാർത്ഥികൾക്കാണെങ്കിലും ഈ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നമ്മൾക്കാണെങ്കിലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ്. 2-3 കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ എടുത്തു പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രൊമോ, ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊമോ. ആ ഒരു പ്രൊമോ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്, ഇത് വെറുതെയാണ്, ഈ പ്രൊമോ കണ്ട് ആരും വിശ്വസിക്കരുത്, പ്രൊമോയിൽ കാണിക്കുക ഒന്നും തന്നെ അവിടെ നടക്കാറില്ല എന്നുള്ളത്. അത് അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമായിരുന്നു ബിഗ് ബോസിൻ്റേത്. എന്തിനാണ് വാർണിംഗ് എന്നല്ലേ, നമ്മുടെ ഗിസയിൽ അവിടെ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞിരുന്നതാണ് മേക്കപ്പ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൊടുത്തിട്ട് പോലും അത് പുല്ല് പോലും വകവെക്കാതെയാണ് നമ്മുടെ ഗിസയിൽ അവിടെ ആരും കാണാതെയൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. സോ അത് കണ്ടുപിടിച്ചിട്ടാണ് ബിഗ് ബോസ് പറയുന്ന ഈ റൂൾസ് നിങ്ങൾ വയലേറ്റ് ചെയ്ത കാരണം ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇനി ഇത് നിങ്ങൾ എപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരുന്നു, അന്നേരം മാത്രമാണ് ഇനി ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ക്യാപ്റ്റനും ഈ പറഞ്ഞ മേക്കപ്പ് യൂസ് ചെയ്യുന്ന കുറച്ച് വ്യക്തിത്വങ്ങളൊക്കെ കൂടിയിട്ട് കൈയും കാലൊക്കെ പിടിച്ചിട്ട് ബിഗ് ബോസിനെ സോപ്പിട്ട് ബിഗ് ബോസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. സോ ഇതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. ഇനി രണ്ടാമത്തേത് നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ. ഇത്തവണ മിഡ് വീക്ക് എവിക്ഷനിൽ 6 പേരാണ് വന്നിരിക്കുന്നത്. ഈ 6 പേരിൽ നിന്ന് 2 പേര് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവും. ആരാണ് ആ 2 പേരെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ചെറിയ ടാസ്ക് കൊടുക്കും. ആ ടാസ്കിൽ മോശം പെർഫോമൻസ് ആരാണോ ചെയ്യുന്നത് അവർ 2 പേരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും എലിമിനേറ്റ് ആവുക. സോ അതൊരു ഡയറക്റ്റ് എവിക്ഷൻ പ്രോസസ്സാണ്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിൽ വേറൊരു ഭൂകമ്പം കൂടി നടന്നു. ഈ ഒരാഴ്ചയിലത്തെ നോമിനേഷൻ ലിസ്റ്റ്, അതിൽ അഭിലാഷും ഈ പറഞ്ഞ 6 പേരും ഒഴികെയുള്ള ബാക്കി എല്ലാ മത്സരാർത്ഥികളും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. സോ നോമിനേഷൻ ലിസ്റ്റിലും എന്തായാലും എലിമിനേഷൻ ഉണ്ടാവും. അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കും ഡയറക്റ്റ് എലിമിനേഷൻ കാര്യങ്ങളൊക്കെ വരാം, അത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ഒരു 6 പേരില്ലേ മിഡ് വീക്ക് എവിക്ഷനിൽ, എൻ്റെ മനസ്സ് പറയുന്നു മിക്കവാറും നമ്മുടെ രേണു സുധി ആയിരിക്കും മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തേക്ക് പോകാൻ ചാൻസ്. ഒരു മത്സരാർത്ഥി രേണു സുധി ആയിരിക്കും. രണ്ടാമത്തെ മത്സരാർത്ഥി ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം. ഇനി ഇതൊക്കെ പോട്ടെ, ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് തുടക്കം മുതൽ അവസാനം വരെ എപ്പിസോഡ് മൊത്തം വെറുപ്പിക്കലായിരുന്നു. ഒരു സെക്കൻഡ് ആ മനുഷ്യൻ വായടിച്ചിരുന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഈ പറയുന്ന പ്രേക്ഷകരായിട്ടുള്ള നമ്മളാണെങ്കിലും ശരിക്കും ബോറടിച്ച് പോയി അനീഷിൻ്റെ വർത്താനം കേട്ടിട്ട്. കഴിഞ്ഞ 2-3 എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ അനീഷിനോട് ചെറിയ ബഹുമാനമൊക്കെ തോന്നി തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് അത് പോയി കിട്ടി. അനീഷ് ഇങ്ങനെ ഓവറായിട്ട് കിടന്ന് സംസാരിക്കുന്ന കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടസ്റ്റൻസ് എന്താണ് പറയണതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു അനീഷ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത്. എന്തായാലും നാളത്തെ പ്രൊമോ വരുമ്പോൾ ഞാൻ അടുത്ത റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.